ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ലക്നൗവിലെ ഫേമസ് ആയിട്ടുള്ള വെജ് കബാബ് പൊറാട്ട എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഈ പൊറാട്ട കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടാവും കേട്ടോ. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. കബാബ് ഉണ്ടാക്കാൻ മെയിനായിട്ട് വേണ്ടത് കടലയും സോയാ ചങ്ക്സും ആണ്. തിളച്ച വെള്ളത്തിലേക്ക് 1 കപ്പ് സോയാ ചങ്ക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചു നേരം ഇതുപോലെ ചൂടുവെള്ളത്തിൽ തന്നെ ഇട്ട് വയ്ക്കുന്നുണ്ട്. 1 കപ്പ് കടല കുതിർത്തി എടുത്തിട്ടുണ്ട്. മിനിമം ഒരു 5-6 മണിക്കൂറെങ്കിലും കടല വെള്ളത്തിലിട്ട് വെക്കണം. ഇനി ഈ കഴുകിയെടുത്ത കടല കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പത്ത് മിനിറ്റോളം ചൂടുവെള്ളത്തിൽ ഇട്ടതിന് ശേഷം നോർമൽ വെള്ളത്തിൽ കഴുകിയെടുത്തതാണ് കേട്ടോ സോയാ ചങ്ക്സ്. അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. കടല വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിലേക്ക് ഇതുപോലെ ഒരു സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ട് കഷ്ണം ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കും. ഇതുപോലെ ഒരു 8 വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇതുപോലെ മുഴുവനായിട്ടുള്ള ഗരം മസാലയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കഷ്ണം പട്ട, 3 ഏലക്ക, കുരുമുളക് കുറച്ച് കൂടുതൽ വേണം കേട്ടോ, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 വഴനയില, 3 ഗ്രാമ്പൂ, കുറച്ച് ഉണക്കമുളകും, 2 കാശ്മീരി ചില്ലി. കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ, കളറിന് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാമെന്ന് മാത്രം. ഇനി ഗരം മസാല എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കടല വെന്ത് വരുമ്പോഴേക്കും പൊറാട്ടയ്ക്കുള്ള മാവ് വയ്ക്കും. 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ബൗളിൽ ഇതുപോലെ കുറച്ച് പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് അലിയിച്ചെടുക്കുന്നുണ്ട്. ഇനി മൈദയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ കുറേശ്ശെ പാൽ ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് ഇനി വെള്ളം കൂടി ചേർത്ത് കുഴച്ചെടുക്കാം. ഇനി ഈ മൈദ ഇതുപോലെ പരത്തിയിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് തന്നെ കുഴക്കണം. കുറച്ച് ഓയിലും കൂടി ചേർത്തിട്ട് മൈദ സോഫ്റ്റ് ആവണ വരെ കുഴച്ചെടുക്കണം. ഇനി ഈ മാവ് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കുറച്ച് നേരം വെക്കുമ്പോഴേക്കും ഒന്നും കൂടി സോഫ്റ്റ് ആയി കിട്ടും. കടല പെട്ടെന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് കുക്കറിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കടലയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലെ വഴനയിലയുടെ ആവശ്യമില്ല കേട്ടോ, അപ്പം അതെടുത്ത് മാറ്റുന്നുണ്ട്.
ഇനി ഇതെല്ലാം കൂടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടാട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഒരുപാട് വെള്ളം കൂടാനും പാടില്ല കേട്ടോ. ഇനി അരച്ചെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാട്ടോ അരച്ചെടുക്കേണ്ടത്. ഒരുപാട് വെള്ളം കൂടാനും പാടില്ല, അതുപോലെ വെള്ളം തീരെ കുറയുമരുത്. വെള്ളം തീരെ കുറവാണെങ്കിൽ കബാബ് ഉണ്ടാക്കുമ്പോൾ പൊട്ടിപ്പോകും കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് വെള്ളം കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു അരമണിക്കൂർ വെച്ചാൽ മതി. അപ്പോൾ ഡ്രൈ ആയി കിട്ടും. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളകും ഇതുപോലെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതുപോലെ ഒരു റൊട്ടി തവയിൽ ഓയിൽ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഫ്രൈയിങ് പാനിൽ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. ഇതുപോലെ ഒരു ഉരുളെടുത്തിട്ട് കയ്യിൽ വെച്ച് ഈ ഒരു ഷേപ്പ് ആക്കിയിട്ട് തവയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ഫ്ലെയിമിലാട്ടോ തീ വെച്ചിരിക്കുന്നത്. ഇനി ഇതുപോലൊരു ഭാഗം ഫ്രൈ ആയതിന് ശേഷം സൂക്ഷിച്ചിട്ട് മറച്ചിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ പൊട്ടിപ്പോകും. ഒരുപാട് നേരം നിന്നിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ ആയാൽ എടുക്കാം. പൊറാട്ട ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ കുറച്ച് വലിയ ഉരുള തന്നെ എടുക്കണം കേട്ടോ. ഇനി ഇതിനെ പരത്തിയെടുക്കുന്നുണ്ട്. ഇനി ഈ പൊറാട്ട ശരിക്കും എങ്ങനെ ചുട്ടെടുക്കേണ്ടതെന്ന് കാണിച്ചു തരാം കേട്ടോ. കടയിലൊക്കെ ഇവർ ഇതുപോലെയാണ് ഉണ്ടാക്കുക. ഗ്യാസ് കത്തിച്ചതിന് ശേഷം ഇതുപോലൊരു ചീനച്ചട്ടി തിരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് കുറച്ച് നെയ്യ് പരട്ടി കൊടുക്കാം. ചീനച്ചട്ടി ചൂടാകുമ്പോൾ പൊറാട്ട വെച്ച് കൊടുത്തിട്ട് ഇതുപോലൊരു തുണി വെച്ചിട്ട് പ്രസ് ചെയ്തിട്ടാണ് കേട്ടോ പൊറാട്ട ചുട്ടെടുക്കുക. രണ്ട് സൈഡിൽ നെയ്യും ബ്രഷ് ചെയ്ത് കൊടുക്കണം.
നമുക്ക് ഈ പൊറോട്ട എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതുപോലൊരു ദോശക്കല്ലോ ഫ്രൈങ് പാനോ വെച്ചിട്ട് 2 സൈഡും നെയ്യ് പരട്ടി കൊടുത്ത് ചപ്പാത്തി ചുട്ടെടുക്കണ പോലെ ചുട്ടെടുത്താൽ മതി. അപ്പം നമ്മുടെ കബാബും പൊറാട്ടയും റെഡി ആയിട്ടുണ്ട്. ഇനി റോൾ ഉണ്ടാക്കണം. ഇതുപോലെ ഒരു പൊറാട്ട എടുത്തിട്ട് 2 കബാബ് നടുക്കിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. അതിന് മുകളിലേക്ക് മല്ലിയില ചട്നി ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് ഇതുപോലെ കട്ട് ചെയ്ത കുറച്ച് സവാള ഇട്ട് കൊടുക്കുന്നു. ആദ്യം അടിഭാഗം ഇതുപോലെ മടക്കി കൊടുക്കണം. അടിഭാഗത്ത് കൂടെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ മടക്കണത്. അതിനുശേഷം ഇതുപോലെ റോൾ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ കബാബ് പൊറാട്ടയൊക്കെ റെഡിയായി. പൊറാട്ടയ്ക്ക് പകരം ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അതിൽ കബാബ് റോൾ ചെയ്ത് കൊടുത്താലും മതിയിട്ട മക്കൾക്കൊക്കെ ഇഷ്ടാവും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.